ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ എന്നിൽ കൂടി ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന വചനങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 38-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും അങ്ങ് എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ പറയുന്നത് പോലെ സമാധാനത്തിനായി എനിക്ക് അത്യന്തം രുചിയുള്ളത് ഭവിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ ജീവിതം എപ്പോഴും രുചിയുള്ള അനുഭവമായിരിക്കില്ല. കയ്പേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. നമ്മൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ദൈവവിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കാം. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനവധി പ്രയാസങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ആ സമയങ്ങളിൽ നാം ദൈവത്തോട് പറയാറുണ്ട്: ദൈവമേ, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാനൊരു പാപവും ചെയ്യുന്നില്ല, എന്നിട്ടും എന്താണ് കർത്താവേ, എൻ്റെ ജീവിതം ഇത്രത്തോളം കഷ്ടതയും പ്രയാസവും മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചെന്ന് വരാം. പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിരിക്കാം: ദൈവം, എനിക്ക് ജീവിതം മതി, ഈ കഷ്ടകാലത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കണമേ, എൻ്റെ ജീവനെ അങ്ങ് എടുക്കണമേ എന്നൊക്കെ ദൈവത്തോടൊക്കെ നമ്മൾ പറയും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ നാം ഉപയോഗിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കൈപ്പേറിയ അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ചു നോക്കണം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, എനിക്കെന്തോ ഒരു വലിയ അനുഗ്രഹം ദൈവം തരാൻ പോകുകയാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. വലിയൊരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം ഓർത്തോണം, ഇതിൻ്റെ മുന്നോടിയായി ഒരു വലിയൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഒരിക്കലും നാം മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രഭാതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, കർത്താവേ, എനിക്കിനി ജീവിക്കണ്ട എന്നല്ല പറയേണ്ടത്. ഇനി എൻ്റെ മുമ്പിൽ വലിയൊരു അനുഗ്രഹമുണ്ട്, ആ അനുഗ്രഹത്തെ എനിക്ക് പിടിച്ചു പറ്റണം, അത് ദൈവത്തിൽ നിന്ന് എനിക്ക് വാങ്ങണമെന്ന് ദൈവത്തോട് പറയണം. അവിടെ വായിക്കുന്നത് എങ്കിലും, കയ്പായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായാലും അവിടെ വായിക്കുന്നത് എങ്കിലും അങ്ങ് എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പലപ്പോഴും നാം പലവിധമാവുന്ന തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. നാം മനുഷ്യനാണ്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടാവാം. പാപത്തിൻ്റെ കുഴിയിൽ നാം വീണു പോയേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ ഇറങ്ങി വന്ന് ആ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് ദൈവം നമ്മെ വലിച്ചെടുത്ത് ദൈവം നമ്മെ രക്ഷിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാലോ, എത്ര പാപം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നാലും ദൈവം അതിനെ നമ്മളിൽ നിന്ന് മാറ്റി ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവാചകൻ തന്നെ പറയുകയാണ്, നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കയ്പേറിയ അനുഭവമാണെങ്കിൽ, സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കയ്പേറിയ അനുഭവമാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരു വലിയൊരു നന്മ നിങ്ങൾക്കുണ്ട്, ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവം ഉണ്ടാകുന്നത്. അതെന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന് വേണ്ടി. സമാധാനത്തിന് വേണ്ടിയാണ് ഈ കയ്പേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇനി ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം ആരും തകർന്നു പോകരുത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.